ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് MMA ഫൈലിലും അതേപോലെ സ്ട്രീറ്റ് ഫൈലിലൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഇപ്പോൾ സ്ട്രീറ്റ് ഫൈലിൽ നിങ്ങളൊരാൾ മറച്ച് അടിച്ചിട്ട് നിങ്ങളുടെ മേളിൽ കയറി നിങ്ങളെ ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം? സെയിം സിറ്റുവേഷൻ തന്നെ MMA-ലാണെങ്കിലും ഇതേപോലെ MMA അല്ലെങ്കിൽ ഗ്രാപ്ലിങ്ങിലൊക്കെ ആണെങ്കിൽ മറച്ച് അടിച്ച് നിങ്ങളുടെ മേളിൽ, അതായത് ആ പൊസിഷൻ പറയാം മൗണ്ട് എന്നാണ്. അങ്ങനെ നിങ്ങളുടെ മുകളിൽ ഒരാൾ കയറി ഇരുന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ അതിനെ റിവേഴ്സ് ചെയ്യാം, എങ്ങനെ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഇനി ഇതുപോലെ വീഡിയോ കിട്ടുന്നുണ്ട് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. മാർഷൽ ടെക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിപിൻ പി ബെന്നി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ പൊസിഷനിൽ നിങ്ങളൊരാൾ മറച്ച് അടിച്ചിട്ട് നിങ്ങളെ മേളിൽ കയറി ഇരുന്ന് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മേളിൽ കയറുന്ന ഒരാൾക്ക് ഇതുണ്ട്, ഇടിക്കാം, എന്തെങ്കിലും ആയുധം വെച്ച് ഇടിക്കാം, അതല്ലെങ്കിൽ കൈ കൊണ്ട് ഇടിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ MMA-ലാണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് സബ്മിഷൻ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇവിടുന്ന് സബ്മിഷൻ ചെയ്യാം. അതേപോലെ ലോക്ക്, ചോക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ പൊസിഷൻ എന്തൊക്കെ ലോക്ക് ഇടാം, എന്തൊക്കെ ചോക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനകത്തേക്ക് ഒരു പോകുന്നില്ല. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഐ ബട്ടണിൽ എവിടെയും ഞാൻ വീഡിയോ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിങ്ങളൊരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ സ്ട്രീറ്റ് ഫൈറ്റ് ആയിക്കോട്ടെ, MMA ഫൈറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. വാ. ഈ ഒരു പൊസിഷനിൽ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ കയറുന്നത് നമ്മൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. ഇടിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലോക്ക് ഇടാനോ ചോക്ക് ചെയ്യാനോ ഒക്കെ ശ്രമിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണിത്. ഇപ്പോൾ ഇടിക്കാൻ നോക്കുകയാണെങ്കിൽ കണ്ടത് നമുക്കിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഗാർഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഗാർഡ് ചെയ്തുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, കാരണം ആളിങ്ങനെ ത്രൂ ഔട്ട് ഇടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കൊരു പരിധി വരെ അതിനകത്ത് തടുത്ത് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരാളിങ്ങനെ സ്റ്റേബിളായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഇടിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരാൾ ഇവിടെ ഈസി ആയിട്ട് ഇരുത്താണ്ടിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അത് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇടിക്കാൻ നോക്കാൻ കണ്ടത് എന്താ, ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ബാലൻസ് പോയിട്ട് ഇങ്ങോട്ട് കുത്തും. അപ്പോൾ കൈ കുത്തിയിട്ട് ബാലൻസ് ചെയ്ത് തിരിച്ച് പിന്നെയും വരും. കണ്ടോ, എന്താ ഇടിക്കാൻ ശ്രമിച്ചു നോക്കണ്ടോ. ഇടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ മുകളിലേക്ക് എന്നെ നടു പൊക്കിയിട്ട് ബ്രിഡ്ജ് ചെയ്യുവാണെങ്കിൽ ആളുടെ ബാലൻസ് പോയിട്ട് ആളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ കുത്തിയിട്ട് അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കും. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, ഇടിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ടതേ കണ്ടോ, ഞാനിങ്ങനെ ചെയ്തു. ആ കൈ കൊണ്ട് നേരെ കണ്ടോ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഒരു കൈ ലോക്ക് ചെയ്ത് നമ്മളിങ്ങനെ പിടിച്ചേക്കാണ്, ആൾക്ക് പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഈ കാലെടുത്ത് ഇവിടെയും വെക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പൊക്കി കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് റോൾ ചെയ്താൽ മാത്രം മതി. കണ്ടോ, അതിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇന്ന് രക്ഷപ്പെട്ട് വരാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടെയും കാണിച്ചു തരാം. നമ്മളതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പാളില്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ചെയ്ത് കണ്ടതേ നടു ഇങ്ങനെ പൊക്കിയിട്ട്, ഇതിന് ബ്രിഡ്ജ് എന്ന് പറയും. നേരെ നടു വരെ പൊക്കി ആൾ അൺബാലൻസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആളുടെ ഒരു കൈയുടെയും ചേർത്ത് ഇങ്ങനെ ആളെ പിടിച്ചു. ഓക്കെ, ആളെ പിടിച്ചു വെച്ചേക്കാണ്. ഈ കാലിൻ്റെ അടുത്ത് മറ്റേ ആളുടെ കാലിൽ ലോക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഹിപ്പ് പൊക്കിയിട്ട് ഈ സൈഡിലേക്ക് തിരിയാ. കണ്ടോ, ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരാളെ മറക്കാനായിട്ട് പറ്റും. ഒന്നുകൂടെ ആളെടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പൊസിഷൻ. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തേ കണ്ടോ, ഇവിടുന്ന് ബ്രിഡ്ജ് ചെയ്തു, ഈ കൈ എടുത്തു, നേരെ ഇത് ലോക്ക് ചെയ്തു, ആളെങ്ങനെയും കൂടി ചേർത്താണ് പിടിച്ചു നമ്മൾ. അതിനുശേഷം ഈ കാലെടുത്ത് ഇവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹിപ്പ് മുകളിലേക്ക് പൊക്കിയിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ മറിയും. കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആളെ റിവേഴ്സ് ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. സ്ട്രീറ്റ് ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഒരു അറ്റാക്ക് എടുത്തിട്ട് രക്ഷപ്പെടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിൽ വന്നു ആൾ നമ്മളെ വട്ടം കാല് വെച്ച് പിടിച്ചാലാണ്. കേട്ടോ, ഇങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടോ അതെ ഇവിടുന്ന് പുഷ് ചെയ്ത് കണ്ടോ ഇത് തുറക്കാം. ഇവിടെ പ്രഷർ പോയിന്റ് ഉണ്ട്, ഇത് വെച്ച് പുഷ് ചെയ്ത് ഇപ്പോൾ തുറന്നിട്ട് നമുക്ക് എഴുന്നേറ്റ് അവിടെ നിന്ന് മാറണമെങ്കിൽ മാറാനോ അല്ലെങ്കിൽ തിരിച്ച് കയറാനോ പറ്റും. അപ്പോൾ ഇന്ന് കണ്ട വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് പറയാം കേട്ടോ. അതേപോലെ ഇനി ഇതുപോലെ വീഡിയോ കിട്ടുന്നതിന് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള കോൺടാക്ട് നമ്പറൊക്കെ താഴെ വീഡിയോയുടെ താഴെ കിടക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാം. അത് കഴിക്കും. ഞാൻ ബിപിൻ പി ബെന്നി, സൈനിങ് ഔട്ട്.